ഉറക്കം മനുഷ്യ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. നമ്മുടെ ജീവിതത്തിൽ 1/3 നാം ഉറങ്ങാൻ ചിലവഴിക്കുന്നു. നിങ്ങളുടെ ശരീരം എങ്ങനെയുള്ളതാണെങ്കിലും നിങ്ങളുടെ തലച്ചോറാണ് നിങ്ങളുടെ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. തലച്ചോറിന്റെ ആരോഗ്യം ശരിയില്ലെങ്കിൽ നമുക്ക് എത്ര കണ്ട് ആരോഗ്യമുണ്ടായിട്ടും കാര്യമില്ല. കാരണം ജീവിതത്തിനെ മുന്നോട്ട് നയിക്കുന്നതിന്റെ മുഴുവൻ തീരുമാനങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത് തലച്ചോറിന്റെ ഉള്ളിലാണ്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയി പ്രവർത്തിക്കുന്ന ഒരു എൻജിൻ റൂമായി പ്രവർത്തിക്കുന്ന ഈ തലച്ചോറിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി, അല്ലെങ്കിൽ തലച്ചോറിനെ റിഫ്രഷ് ചെയ്യുവാൻ വേണ്ടി, അതുമല്ലെങ്കിൽ തലച്ചോറിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയുള്ള വിദ്യയാണ് ഉറക്കം. നിരവധി പഠനങ്ങൾ ഉറക്കത്തെ സംബന്ധിച്ച് നാം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഉറക്കത്തിന്റെ ശാസ്ത്രത്തെക്കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ആ ഒരു ലോകത്തേക്കാണ്. നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യന്റെ ആ ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു നിമ്മീസ് വ്ലോഗ്. ഇന്നത്തെ കാലത്ത് പലതരത്തിലുള്ള മെന്റൽ ഇഷ്യൂസ് കൂടി വരുന്നതായി റിപ്പോർട്ടുകൾ കാണിക്കുന്നു. മൂഡ് സ്വിംഗ്, പേഴ്സണൽ ഡിസോർഡർ, അതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ എന്നിവ കൂടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് തീരുമാനമെടുക്കുന്നതിനുള്ള കഴിവുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇമോഷണൽ ഹെൽത്ത് ഡൗൺ ആയിരിക്കുന്നു. ഇതിനെല്ലാം ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഉറക്കത്തിന്റെ താളം തെറ്റി എന്നുള്ളതാണ്. നമ്മുടെ ഉറക്കചക്രത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സ്വപ്നം. നമ്മുടെ സ്വപ്നം ഓർമ്മയിലില്ലെങ്കിലും എല്ലാ രാത്രിയിലും നാം സ്വപ്നം കാണാറുണ്ട്. ഉറക്കത്തിന്റെ റാപ്പിഡ് ഐ മൂവ്മെന്റ് അഥവാ REM ഘട്ടത്തിലാണ് സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇത് സാധാരണയായി നമ്മൾ ഉറങ്ങി 90 മിനിറ്റിന് ശേഷം സംഭവിക്കുകയും രാത്രി മുഴുവൻ ഓരോ 90 മിനിറ്റിലും ഇത് ആവർത്തിക്കുകയും ചെയ്യുന്നു. കാലിഫോർണിയയിലെ സാന്റിയാഗോയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ റെഡ്ഡി ഗട്ട്നറാണ് ഏറ്റവും കൂടുതൽ സമയം ഉറങ്ങാതെ ഇരുന്നതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത്. 1964 അദ്ദേഹം 11 ദിവസം തുടർച്ചയായി ഉണർന്നിരുന്നു. മാനസികാവസ്ഥ മാറൽ, ഓർമ്മക്കുറവ് എന്നിവ അനുഭവപ്പെടുന്നതായി അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. റാപ്പിഡ് ഐ മൂവ്മെന്റിൽ ഉറക്കത്തിൽ ശരീരം അറ്റോണിയ എന്നൊരു പ്രക്രിയയ്ക്ക് വിധേയമാവുന്നു. ഇത് പേശികൾ തളർന്നു പോകുന്ന അവസ്ഥയാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ നിന്നും നമുക്കോ മറ്റുള്ളവർക്കോ ദോഷം വരുത്തുന്നതിൽ നിന്നും നമ്മെ തടയുന്നതിനാണ് ഇത് സംഭവിക്കുന്നത്. നമുക്കത് കാണാനും തിരിച്ചറിയാനും കഴിഞ്ഞേക്കില്ല. പക്ഷേ ഉറങ്ങുമ്പോൾ ശരീരഭാരം കുറയുന്നുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ മണിക്കൂറിൽ 50 മുതൽ 70 കലോറി ഇല്ലാതാവുന്നു. ഇത് ശരാശരി രാത്രി ഉറക്കത്തിൽ 400 മുതൽ 500 കലോറി വരെ ആകുന്നു. മിക്ക മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യർക്ക് അവരുടെ ഉറക്കം സ്വമേധയാ വൈകിപ്പിക്കാൻ കഴിയും. ഈ കഴിവ് നമ്മുടെ സങ്കീർണമായ മസ്തിഷ്കവും കൃത്രിമ വെളിച്ചത്തിന്റെ വികാസവുമാണ്. ഇത് പിന്നീട് ഉണർന്നിരിക്കുവാനും നമ്മുടെ ഉറക്ക സമയത്തിൽ മാറ്റം വരുത്തുവാനും അനുവദിക്കുന്നു. മിക്ക ആളുകൾക്കും രാത്രിയിൽ ഏകദേശം 7 മുതൽ 9 മണിക്കൂർ ഉറക്കം ആവശ്യമാണെങ്കിലും ചില ആളുകൾക്ക് വളരെ കുറച്ച് ഉറക്കത്തിൽ പ്രവർത്തിക്കാൻ കഴിയും. ഈ ആളുകളെ ഷോർട്ട് സ്ലീപ്പർമാർ എന്ന് വിളിക്കുന്നു. ജനസംഖ്യയുടെ ഏകദേശം 1% വരും ഇവർ. ഒരു രാത്രി 4 മുതൽ 5 മണിക്കൂർ ഉറക്കത്തിൽ ഇവർക്ക് നന്നായി പ്രവർത്തിക്കാൻ കഴിയുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉറക്കം നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുവാൻ ഇവ നിർണായക പങ്കുവഹിക്കുന്നു. ഉറക്കമെന്ന പ്രതിഭാസത്തെ അസാധാരണമായി കാണാൻ കഴിയില്ല. Then I will stop and see you again. Bye.